ഹായ്, മറിയാണ് പാരീസിൽ നിന്ന്. മൈക്രോ ബ്ലേഡിംഗ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെർമനൻറ്റ് മേക്കപ്പ് സർവീസാണ്. എന്തെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ആഫ്റ്റർ 40 കഴിയുമ്പോൾ തൊട്ടിട്ട് നമുക്ക് ഏജിങ് സയൻസുകൾ കണ്ടുകൂടും. അതിൽ മെയിനായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ചുളിവുകൾ വരിക എന്നുള്ളത്. അപ്പോൾ ഈ ചുളിവുകൾ വരുന്നത് എക്സ്ഫോളിയേഷൻ കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പല ക്രീമുകളും അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാൻ തുടങ്ങും. ആൻറ്റി ഏജിങ് സൊല്യൂഷനുകളിൽ മെയിനായിട്ട് വരുന്നത് റെറ്റിനോൾ, അതല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് അടങ്ങിയിട്ടുള്ള വൈറ്റനിങ് സൊല്യൂഷൻസ്, AHA BHA അല്ലെങ്കിൽ LOPL അങ്ങനെയുള്ള കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻസുകൾ, അതൊക്കെയാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ, ഇപ്പോൾ ഡെയിലി നമ്മൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഡെയിലി നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ ചെറിയ അളവിൽ എക്സ്ഫോളിയേഷൻ വരുന്നുണ്ട്. അത് ഡെയിലി ആകുമ്പോൾ ഈ 21 ഡേയ്സ് കൊണ്ട് പോകേണ്ട സ്കിന്ന് പെട്ടെന്ന് പോവുകയും എപ്പിഡെർമിസിന് പകരം ഡെർമിസ് വിസിബിലിറ്റി വരികയും ചെയ്യാം. ചില സ്കിന്നുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വെയിലത്തേട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുവന്ന് വരികയും സെൻസിറ്റീവ് ആവുക. അതേപോലെ ലൈറ്റ് കൊള്ളുമ്പോൾ നമുക്ക് സൺലൈറ്റ് മാത്രമല്ല, ഈവൻ കിച്ചണിൽ നിന്നാൽ പോലും ഫേസ് ഭയങ്കരമായിട്ട് ചുവന്നിട്ട് ചെറിയ ചെറിയ നെർവ്സ് റെഡിഷ് കളറായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അതുകൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, എപ്പിഡെർമിസ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നവർക്കാണ് മൈക്രോ ബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ എപ്പിഡെർമിസ് മുറിവ് പീൽ ഓഫ് ആയി വീണ്ടും അതിൽ എപ്പിഡെർമിസ് വന്ന് ഒരു 21 ഡേയ്സ് കൊണ്ട് അതൊരു മെച്ചുവേർഡ് സ്കിന്നായിട്ട് ആ സ്കിന്ന് വന്ന് നമ്മളുടെ ഈ സ്ട്രോക്സിനെ പൊതിഞ്ഞിരിക്കുമ്പോഴാണ് പെർഫെക്റ്റ് സ്ട്രോക്സ് നമുക്ക് കിട്ടുന്നത്. മൈക്രോ ബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം നനയ്ക്കരുത്. അത് നാച്ചുറലി ഹീൽ ആവേണ്ട ടൈമുണ്ട്. ഒരു 48 അവർ കഴിഞ്ഞിട്ട് നനയ്ക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ ആഫ്റ്റർ കെയർ പറഞ്ഞു വിടാറുണ്ട്. അതല്ലാതെ അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആൻറ്റി ഏജിങ് ക്രീമുകളോ വൈറ്റനിങ് സൊല്യൂഷൻസോ നിയാസിനമൈഡ് അല്ലെങ്കിൽ AHA BHA അടങ്ങിയിട്ടുള്ള ക്രീമുകൾ, റെറ്റിനോൾ, സ്റ്റിറോയിഡ്സ് അടങ്ങിയിട്ടുള്ള വൈറ്റനിങ് ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പുതുതായിട്ട് വന്നു തുടങ്ങിയ എപ്പിഡെർമിസ് വേഗത്തിൽ പീൽ ഓഫ് ആവുകയും മുറിവ് വീണ്ടും വിസിബിളി ആവുകയും മുറിവിന് മുകളിലുള്ള ഈ ഒരു ഇങ്ക്, നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഇങ്ക്, അതിൻ്റെ കളർ മോളിക്യൂൾസ് പെട്ടെന്ന് ഡാമേജ് ആവുകയും അത് റിമൂവ് ആവാനും അതല്ലെങ്കിൽ അത് സ്മഡ്ജ് ആവാനുള്ള കാരണങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ മൈക്രോ ബ്ലേഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാനൊരു മൈക്രോ ബ്ലേഡിങ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ഈ പറയുന്ന ക്രീമുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇത് പറയാം, എൻ്റെ ലൈഫ് സ്റ്റൈൽ റൊട്ടീൻസ് ഇതൊക്കെയാണ്, അതുകൊണ്ട് ഇന്ന ക്രീമുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മൈക്രോ ബ്ലേഡിങ്ങിൽ തന്നെ മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഓയിലി സ്കിന്ന്, ഇതേപോലെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന സ്കിന്നുകൾ, പരക്കാൻ ചാൻസസ് ഉള്ള സ്കിന്നിനാണെങ്കിൽ നമുക്ക് ഓംബ്രെ ഷെയ്ഡിങ് കൊടുക്കാം. നാനോ ബ്ലേഡിങ് കുറച്ചുകൂടി ഡെപ്തിലേക്ക് നമുക്ക് സ്ട്രോക്സുകൾ വരച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് നാനോ ബ്ലേഡിങ്. അതല്ലെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ ഐബ്രോസ് കൊടുക്കാം.